നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഹരികുമാർ. ഇന്ന് നമുക്ക് സിവിൽ നടപടി നിയമത്തിലെ ഓർഡർ 8 റൂൾ 6A എന്ന ഭാഗത്തെക്കുറിച്ച് നോക്കാം. ഇത് നിയമ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും പ്രയോജനപ്പെടുന്ന ഒരു മേഖലയാണ്. ഒരു കേസിൽ വാദിയും പ്രതിയും ഉണ്ടാകും എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. ഒരു കേസിൻ്റെ ഉത്ഭവസ്ഥാനം വാദി കൊടുക്കുന്ന അന്യായത്തിലൂടെയാണ്. അന്യായത്തിന് സിവിൽ നടപടി നിയമത്തിൽ പ്ലെയിൻറ്റ് എന്നാണ് പറയുന്നത്. തുടർന്ന് പ്രതി ഹാജരാകുകയും പ്രതി ആ കേസിലേക്ക് പത്രിക അഥവാ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്യും. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രതിയെ സംബന്ധിച്ച് കോടതിയിൽ ബോധിപ്പിക്കുവാനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പത്രിക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഓർഡർ 8, CPCയിലെ ഓർഡർ 8. ആ ഓർഡർ 8-ലെ ഒന്നാണ് പത്രികയെക്കുറിച്ച് പറയുന്നത്. പത്രിക സാധാരണഗതിയിൽ പ്രതി 30 ദിവസത്തിനകമോ കോടതി അനുവദിക്കുകയാണെങ്കിൽ 90 ദിവസത്തിനകമോ ആണ് നോട്ടീസ് കിട്ടിയതിന് ശേഷം ഫയൽ ചെയ്യേണ്ടത്. കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയതിന് ശേഷം ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ ചില അവസരങ്ങളിൽ പ്രതിക്ക് തൻ്റേതായ എതിർവാദം ഉന്നയിക്കേണ്ട സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള അവസരം നൽകുന്ന ഒരു പ്രൊവിഷനാണ് ഓർഡർ 8-ലെ റൂൾ 6A. ഇത് 1977-ലെ നിയമ ഭേദഗതിയിലൂടെയാണ് സിവിൽ നടപടി നിയമത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് റൂൾ 6A എന്താണ് എന്ന് നോക്കാം. ഈ കൗണ്ടർ ക്ലെയിം ബൈ ദ ഡിഫൻഡൻറ്റ് എന്നാണ് ഈ ഭാഗത്തിൻ്റെ ഹെഡിങ്. ഓർഡർ 8 റൂൾ 6A-യിൽ 1 പറയുന്നു, എ ഡിഫൻഡൻറ്റ് ഇൻ എ സ്യൂട്ട് മേ ഇൻ അഡീഷൻ ടു ഹിസ് റൈറ്റ് ഓഫ് പ്ലീഡിംഗ് എ സെറ്റ് ഓഫ് അണ്ടർ റൂൾ 6 set up by way of counterclaim against the claim of the plaintiff any right or claim in respect of a cause of action accruing to the defendant against the plaintiff either before or after the filing of the suit, but before the defendant has delivered his defense or before the time limited for delivering his defense has expired, whether such a counterclaim is in the nature of a claim or damages or not. അതായത് ഒരു കേസിൽ കൗണ്ടർ ക്ലെയിം ഫയൽ ചെയ്യേണ്ടത് തീർച്ചയായും അതിലെ പ്രതിയാണ്. ആ പ്രതിക്ക് കൗണ്ടർ ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായൊരു കോസ് ഓഫ് ആക്ഷൻ വേണം. ആ കോസ് ഓഫ് ആക്ഷൻ വാദിക്കെതിരെ ആയിരിക്കണം. അത് അന്യായത്തിൻ്റെ കാലാവധിക്ക് ശേഷമോ അതിനു മുമ്പോ ആകാം. എന്നിരുന്നാൽ തന്നെയും നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള കാലഹരണ ദോഷമില്ലാത്ത രീതിയിലായിരിക്കണം പ്രതി തൻ്റെ കൗണ്ടർ ക്ലെയിം ഫയൽ ചെയ്യേണ്ടത്. ഇനി തുടർന്ന് പറയുന്നു, അതിൻ്റെ പ്രൊവൈസോയിൽ പറയുന്നു, സച്ച് കൗണ്ടർ ക്ലെയിം ഷാൽ ഹാവ് ദ സെയിം എഫക്റ്റ് ആസ് എ ക്രോസ് സ്യൂട്ട് സോ ആസ് ടു എനേബിൾ ദ കോർട്ട് ടു പ്രൊനൗൺസ് എ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദ സെയിം സ്യൂട്ട് ബോത്ത് ഓൺ ദ ഒറിജിനൽ ക്ലെയിം ആൻഡ് ഓൺ ദി കൗണ്ടർ ക്ലെയിം. സോ എ counter claim is having all the natures and characters of a suit, so it should have to be adjudicated separately. അപ്പോൾ ഒരു സ്യൂട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയും ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്ന രീതിയിൽ തന്നെയും ആയിരിക്കണം കൗണ്ടർ ക്ലെയിം ഫയൽ ചെയ്യേണ്ടത്. സ്യൂട്ടിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നു അതെല്ലാം തന്നെ കൗണ്ടർ ക്ലെയിമിനും ബാധകമാണ്. അഡ്ജുഡിക്കേഷൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അഡ്ജുഡിക്കേഷൻ നടത്തേണ്ടതും ഒരു സ്യൂട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് തന്നെ അതിൻ്റെ എവിഡൻസ് എടുക്കുകയും അതിൻ്റെ തെളിവുകൾ നോക്കുകയും ഒക്കെ ചെയ്തായിരിക്കണം ഈ കൗണ്ടർ ക്ലെയിമും അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാരണം, ഒരു കേസിൽ ഒരു സ്യൂട്ടും ഒരു കൗണ്ടർ ക്ലെയിമും ഉണ്ട് എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സ്യൂട്ട് തള്ളുകയോ ഏതെങ്കിലും കാരണവശാൽ സ്യൂട്ട് വാദിക്ക് എതിരായി വിധിയാവുകയോ ചെയ്താലും അത് കൗണ്ടർ ക്ലെയിമിൻ്റെ ഒരു സാധുതയെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം കൗണ്ടർ ക്ലെയിം സെപ്പറേറ്റ് ആയിട്ട് ജഡ്ജിമെൻറ്റ് പാസ്സാക്കേണ്ടതാണ്. കൗണ്ടർ ക്ലെയിമിന് അനുയോജ്യമായ കൗണ്ടർ ക്ലെയിമിന് അനുഗുണമായ രീതിയിലുള്ള തെളിവ് പ്രതി കൊടുക്കുകയാണെങ്കിൽ കൗണ്ടർ ക്ലെയിം തീർച്ചയായിട്ടും പ്രതിക്ക് അനുകൂലമായിട്ട് വിധി പറയാൻ സാധിക്കും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ, സ്യൂട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ദ പ്ലെയിൻറ്റിഫ് ഷാൽ ബി അറ്റ് ലിബർട്ടി ടു ഫയൽ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആൻസർ ടു ദ കൗണ്ടർ ക്ലെയിം ഓഫ് ദ ഡിഫൻഡൻറ്റ് വിത്തിൻ സച്ച് പീരീഡ് ആസ് മേ ബി ഫിക്സഡ് ബൈ ദ കോർട്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതി കൊടുക്കുന്ന കൗണ്ടർ ക്ലെയിമിന് എതിരായിട്ട് വാദിക്ക് ഇൻ ആൻസർ ടു ദ കൗണ്ടർ ക്ലെയിം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാം. അപ്പം ഈ കൗണ്ടർ ക്ലെയിമിലെ പ്രതി എന്ന് പറയുന്നത് ആ ഒറിജിനൽ സ്യൂട്ടിനകത്ത് വാദിയായിരിക്കും. ആ വാദിക്ക് പ്രതി സാധാരണഗതിയിൽ ഒരു കേസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ കൗണ്ടർ ക്ലെയിമിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാം. അവിടെയും ഈ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ ബാധകമായിരിക്കണം. എത്ര ദിവസത്തിനകം ഫയൽ ചെയ്യണമെന്നുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അത് ബാധകമായിരിക്കണം കോടതി തീരുമാനിക്കുന്ന രീതിയിൽ.
കൈ അതുപോലെ തന്നെ കൗണ്ടർ ക്ലെയിം ഈസ് ട്രീറ്റഡ് ആസ് എ പ്ലെയിൻറ്റ്. അതാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കൗണ്ടർ ക്ലെയിമിനെ സംബന്ധിച്ച് ഒരു 2 ജഡ്ജ്മെൻറ്റുകൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ആദ്യം അതിനകത്ത് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റാണ്. അത് 2019 5 വോളിയം KHCയിൽ 735 അതിലാണ് അത് റിപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നത്. അതിൻ്റെ പാർട്ടീസ് നെയിം എന്ന് പറയുന്നത് അശോക് കുമാർ കൽറ വേഴ്സസ് വിങ് കേഡർ സുരേന്ദ്ര അഗ്നിഹോത്രി ആൻഡ് അതേഴ്സ്. ഈ ഡിസിഷനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നു, ഏതെങ്കിലും കാരണവശാൽ സാധാരണഗതിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു കൗണ്ടർ ക്ലെയിം പത്രികയോടൊപ്പമാണ് ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ കൗണ്ടർ ക്ലെയിം പത്രികയോടൊപ്പം ഇടാൻ സാധിക്കാത്ത അവസരത്തിൽ ഓർഡർ 6 റൂൾ 17 എന്ന് പറയുന്ന പ്ലെയിൻറ്റ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ പ്ലീഡിങ്സ് അമെൻമെൻറ്റ് ഇൻക്ലൂഡിങ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പ്ലീഡിങ്സ് അമെൻമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യത്തിലൂടെ ഈ പത്രികയിൽ നമുക്കൊരു ഭേദഗതി വരുത്തി കൗണ്ടർ ക്ലെയിം ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുൻപ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അതിനുണ്ടായിരിക്കണം. അതിനൊരു അമെൻമെൻറ്റിലൂടെ ചേർക്കുമ്പോൾ അതിനൊരു പ്ലെയിൻറ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കണം. അതിന് കോർട്ട് ഫീസ് അടയ്ക്കണമെങ്കിൽ കോർട്ട് ഫീസ് അടച്ചിരിക്കണം. അതിന് കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ അത് വിത്തിൻ ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്സ് ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു കൗണ്ടർ ക്ലെയിം അമെൻമെൻറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴായിരിക്കണം? വിച്ച് ഈസ് പെഗ്ഡ് ടിൽ ഇഷ്യൂസ് ആർ ഫ്രെയിംഡ്. അങ്ങനെയാണ് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞത്. അത് ഇഷ്യൂ ഫ്രെയിം ചെയ്യുന്നതിന് മുൻപായിരിക്കണം അങ്ങനെ ഒരു അമെൻമെൻറ്റിലൂടെ ഒരു ഭേദഗതിയിലൂടെ കൗണ്ടർ ക്ലെയിം ആഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് അനുവദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഫ്രെയിമേഴ്സ് ഓഫ് ദി ലോ എന്ന് പറയുന്നത് 1977 കൗണ്ടർ ക്ലെയിം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്ലീഡിംഗ് ബൈ വേ ഓഫ് എ കൗണ്ടർ ക്ലെയിം ബീങ് യൂട്ടിലൈസ്ഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഫോഴ്സിംഗ് അപ്പോൺ എ റീഓപ്പണിംഗ് ഓഫ് ദ ട്രയൽ ഓർ പുഷിംഗ് ബാക്ക് ദ പ്രോഗ്രസ് ഓഫ് ദി പ്രൊസീഡിങ്സ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അമെൻമെൻറ്റിലൂടെ ഈ പ്രൊസീഡിങ്സ് ലാഗ് ചെയ്യാമെന്നോ നീട്ടിക്കൊണ്ട് പോകാമെന്നോ ഒന്നും ഉദ്ദേശിച്ചല്ല ഈ കൗണ്ടർ ക്ലെയിം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മൾട്ടിപ്ലിസിറ്റി ഓഫ് പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്യൂട്ട് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കൗണ്ടർ ക്ലെയിം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുവാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു അവസരം ഈ നിയമ ഭേദഗതിയിലൂടെ 1977 നമ്മുടെ CPC അഥവാ സിവിൽ നടപടി നിയമം അഥവാ സിവിൽ പ്രൊസീജിയർ കോഡിലെ ഭേദഗതിയിലൂടെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതാണ് ആ സുപ്രീം കോടതിയുടെ ആ റൂളിങ്ങിൽ പറയുന്നത്. ഇതേ റൂളിങ് തന്നെ ഒന്നുകൂടെ സ്ഥാപിച്ചെടുക്കത്തക്ക രീതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ അടുത്തിടെയായി അത് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന 2024 3 വോളിയം KLT 324 ഇതിൽ മാറാടി ജാനു വേഴ്സസ് മെലോഡോണ മന്നാമ എന്ന് പറയുന്ന ആ റൂളിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം ഒരു രീതിയിലും ഒരു ഭേദഗതിയിലൂടെ കൗണ്ടർ ക്ലെയിം ആഡ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് P സോമരാജൻ അവരുടെ റൂളിങ്ങിൽ അത് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന 2022 2 വോളിയം KHC 562 അതിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു കോ ഡിഫൻഡൻറ്റിനെതിരെ കൗണ്ടർ ക്ലെയിം ഉന്നയിക്കുവാൻ സാധിക്കില്ല. കാരണം കൗണ്ടർ ക്ലെയിം സ്വാഭാവികമായി ഉന്നയിക്കേണ്ടത് പ്ലെയിൻറ്റിഫിനെതിരെയാണ്. സോ നോ കൗണ്ടർ ക്ലെയിം ക്യാൻ ബി റൈസ്ഡ് ബിറ്റ്വീൻ കോ ഡിഫൻഡൻസ്. കോ ഡിഫൻഡൻറ്റുകൾ തങ്ങളിൽ കൗണ്ടർ ക്ലെയിം ഉന്നയിക്കാൻ പറ്റില്ല അൺലെസ് അഡ്ജുഡിക്കേഷൻ ഓഫ് സച്ച് ക്ലെയിം ഓർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ കോ ഡിഫൻഡൻസ് ഈസ് നെസസറി ഫോർ ദ ഫെയർ ഡിറ്റർമിനേഷൻ ഓഫ് ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ദ സ്യൂട്ട് ബിറ്റ്വീൻ ദ പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫൻഡൻറ്റ്. ഒരു ഫെയർ അഡ്ജുഡിക്കേഷന് വേണ്ടി അങ്ങനെ സാധ്യമാവുകയാണെങ്കിൽ ഈവൻ ദെൻ എ കൗണ്ടർ ക്ലെയിം ക്യാൻ ബി റൈസ്ഡ് ബിറ്റ്വീൻ കോ ഡിഫൻഡൻസ്. ഇതാണ് ഈ സംഗതിയെക്കുറിച്ച് കേരള ഹൈക്കോടതി റൂളിംഗ്. ഈ 3 റൂളിങ്ങുകൾ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൗണ്ടർ ക്ലെയിമിനെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. ഇതിൽ പിന്നാലെ കാണുന്ന ആ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻസോ സംശയങ്ങൾക്കോ നിവാരണം വരുത്തുവാൻ സാധിക്കുന്നതാണ്.